എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് ലഭിച്ച അപ്ഗ്രേഡ് ആയിരുന്നു റീഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന റീഗാലിയ ക്രെഡിറ്റ് കാർഡിൽ നിന്നും റീഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ സവിശേഷതകളും അഡീഷണൽ ഓഫേഴ്സും കാര്യങ്ങളുമാണ് ലഭിച്ചത്, എന്തൊക്കെ ഗിഫ്റ്റ്സ് ആണ് ലഭിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാനുള്ള ഒരു സംവിധാനവും ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ശ്രദ്ധിച്ചും മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ഒരു റീഗാലിയ കാർഡിൻ്റെ അൺബോക്സിങ്ങും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാനാണെങ്കിൽ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ്സ് റിട്ടേൺ ചെയ്യുന്ന ഒരു കാർഡാണ്. അതായത് നിലവിൽ പല ടൈപ്പ് കാർഡുകളുണ്ട്. ക്യാഷ് ബാക്ക് കാർഡുകൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിരിക്കും നിങ്ങൾ ഓരോ തവണ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കാർഡിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലറ്റിലേക്കോ ക്രെഡിറ്റ് ചെയ്ത് അവർ ആ ഒരു ഓഫർ നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ HDFC ബാങ്കിൻ്റെ റീഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് മുൻപേ ഉണ്ടായിരുന്ന റീഗാലിയ കാർഡ് പോലെ തന്നെ ഒരു റിവാർഡ് പോയിന്റ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാർഡാണ്. അതായത് ഈ കാർഡിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഈ റിവാർഡ് പോയിന്റ്സിൻ്റെ ലഭ്യതയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ഒരു കാർഡ് 150 രൂപ സ്പെൻഡ് ചെയ്യാനായിട്ട് റീറ്റെയിൽ ഷോപ്പുകളിലോ ഓൺലൈനായിട്ടോ ഉപയോഗിക്കുമ്പോൾ 4 റിവാർഡ് പോയിന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഒരു കാർഡിൻ്റെ വെൽക്കം ബെനിഫിറ്റ്സ് ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു കാർഡിനെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ക്ലബ് വിസ്താരയുടെ സിൽവർ ടയറിലേക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ MMTയുടെ മേക്ക് മൈ ട്രിപ്പിൻ്റെ ബ്ലാക്ക് ഇലൈറ്റ് മെമ്പർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാർഡുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറുമായിട്ട് മേക്ക് മൈ ട്രിപ്പിലും ക്ലബ് വിസ്താരയിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 1500 രൂപയുടെ വർത്തായിട്ടുള്ള ആമസോൺ അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറുകളാണ് 1.5 ലക്ഷം രൂപ വരെ ഒരു ക്വാർട്ടറിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ 5 ലക്ഷം രൂപയിൽ കൂടുതലായിട്ട് ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് ആനുവൽ റിവാർഡ് പോയിന്റ് ആയിട്ട് 5000 രൂപയുടെ ഫ്ലൈറ്റ് വൗച്ചേഴ്സും കൂടാതെ അഡീഷണൽ വൗച്ചർ വർത്ത് 5000 7.5 ലക്ഷത്തിൻ്റെ മൈൽ സ്റ്റോണും ലഭിക്കുന്നു. അങ്ങനെ മൈൽ സ്റ്റോൺ അധിഷ്ഠിതമായിട്ട് റിവാർഡ് നൽകുക ചെയ്യുന്ന ഒരു കാർഡ് കൂടിയാണ് HDFCയുടെ റീഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി മാർക്ക് ആൻഡ് സ്പെൻസർ, മിന്ത്ര, നൈക്ക, റിലയൻസ് ഡിജിറ്റൽ എന്നിങ്ങനെയുള്ള സൈറ്റിൽ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 5 ഇരട്ടി റിവാർഡ് പോയിന്റ്സ് നേരത്തെ ലഭിക്കുന്ന നോർമൽ റിവാർഡ് പോയിന്റ്സിന് പുറമെ ലഭ്യമാകുന്നു. കൂടാതെ നിങ്ങൾക്ക് 1000-ലധികം എയർപോർട്ടുകളിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ലൗഞ്ച് ആക്സസും ഈ ഒരു കാർഡ് നൽകുന്നുണ്ട്. ഇനി ഈ ഒരു കാർഡിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 0 ലോസ്റ്റ് കാർഡ് ലയബിലിറ്റിയാണ്. നിങ്ങളുടെ കാർഡ് നഷ്ടമായി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം നിങ്ങൾ അത് കാൾ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ നിങ്ങളുടെ കാർഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് 0 ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി എന്നുള്ള ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോറിൻ കറൻസി മാർക്കപ്പ് എന്ന് പറയുന്നത് 2% നിങ്ങൾക്ക് നിങ്ങളുടെ ഫോറിൻ കറൻസി സ്പെൻഡുകളിൽ ഉണ്ടാവുന്നത്. സാധാരണ ക്രെഡിറ്റ് കാർഡുകളിൽ നമ്മൾ ഫോറിൻ രാജ്യങ്ങളിൽ പോയി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ ചുമത്തുന്ന ഒരു ട്രാൻസാക്ഷൻ ഫീസാണ് ഫോറിൻ കറൻസി മാർക്കപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് അത് 2% മാത്രമേ ഉള്ളൂ. എന്നാൽ ഫോറിൻ കറൻസി മാർക്കപ്പ് 0 ആയിട്ടുള്ള കാർഡ്സും നിലവിലുണ്ട്. നിയോ ഗ്ലോബൽ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ആ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ഇനി HDFC റീഗാലിയ കാർഡിൽ നിങ്ങൾക്ക് റിവോൾവിംഗ് ക്രെഡിറ്റ് ആണ്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് നോമിനൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ പണം അടച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റിവോൾവിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അവിടെ വരുന്ന ഒരു ഭീമമായിട്ടുള്ള പലിശ നിരക്ക് ഒരു പേഴ്സണൽ ലോണിനേക്കാളും കൂടുതലായിരിക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ പണം കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാത്തപ്പോൾ. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുടെ പണം കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്പാണ് ക്രെഡ് എന്ന് പറയുന്നത്. ക്രെഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റും ഒക്കെ മാനേജ് ചെയ്യാനും എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഒറ്റ ഡാഷ്ബോർഡിൽ മാനേജ് ചെയ്ത് നിങ്ങൾ ഓരോ തവണ പണം അടയ്ക്കുമ്പോഴും റിവാർഡ് ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ക്രെഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നു. അപ്പോൾ മറക്കാതെ ക്രെഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക.
ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോൺസിയേജ് സർവീസസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് അസിസ്റ്റൻസ്, ഫ്ലൈറ്റ് ബുക്കിംഗ് അസിസ്റ്റൻസ്, അങ്ങനെ ഒരു കോൺസിയേജ് അസിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാർഡിൻ്റെ കോൺസിയേജ് സർവീസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി അവർ 24/7 കോൺസിയേജ് സർവീസ് HDFC ബാങ്ക് ഈ ഒരു കാർഡിന് വേണ്ടി മാത്രമായിട്ട് തുറന്നു വച്ചിട്ടുണ്ട്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പറും ഇമെയിൽ ID-യുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ലൗഞ്ച് ആക്സസിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 12 ലൗഞ്ച് ആക്സസ് ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കിലും ഇൻ്റർനാഷണലും ഈ ഒരൊറ്റ കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്നത്. ലൗഞ്ചിൽ നിങ്ങൾ ഈ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ലൗഞ്ച് ആക്സസ് ബെനിഫിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ലൗഞ്ചിൻ്റെ ലിസ്റ്റും ഈ ഒരു വീഡിയോയുടെ ചുവടെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പോയി പരിശോധിക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു കാർഡിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പ്രയോറിറ്റി പാസ് എന്ന് പറയുന്നത്. പ്രയോറിറ്റി പാസ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൗഞ്ചുകൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആക്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നടത്താവുന്നതാണ്. നിങ്ങളുടെ ആഡ് ഓൺ കാർഡ് മെമ്പേഴ്സിനും നിങ്ങൾക്ക് ഈ ഒരു പ്രയോറിറ്റി പാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൗഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ കാർഡിൻ്റെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത് മെമ്പർഷിപ്പ് ഫീ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു കാർഡിൽ ഫീ എമൗണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വെൽക്കം ബെനിഫിറ്റ് ആയിട്ടുള്ള 2500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ അവർ നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ 1,00,000 രൂപ 90 ദിവസത്തിനകം തന്നെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ക്ലബ് വിസ്താര സിൽവർ ടയർ MMT ബ്ലാക്ക് ഇലൈറ്റ് മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. വെൽക്കം ബെനിഫിറ്റ്സ് റിഡീം ചെയ്യാനുള്ള പ്രോസസ്സും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. HDFC ബാങ്കിൻ്റെ ഗുഡ് ഫുഡ് ട്രയൽ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്വിഗ്ഗി ഡൈനൗട്ട് വഴിയും ഇവരുമായിട്ട് ടൈപ്പുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോയി ഡൈനൗട്ട് ചെയ്യുമ്പോൾ ഏകദേശം 20% സേവിങ്സ് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി മറ്റ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാരിയറ്റ്, മിന്ത്ര, മാർക്സ് ആൻഡ് സ്പെൻസർ അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റലിൻ്റെ വൗച്ചറാണ് 1,00,000 രൂപ വരെ സ്പെൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഫ്ലൈറ്റ് വൗച്ചറാണ് 5,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. 5,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് 5,000 രൂപയുടെ വൗച്ചറാണ്. കൂടാതെ 7,00,000 രൂപ ആനിവേഴ്സറി ഇയറിൽ സ്പെൻഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപയുടെ അഡീഷണൽ ഫ്ലൈറ്റ് വൗച്ചേഴ്സ് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി 4,00,000 രൂപ നിങ്ങൾ ഈ ഒരു ആനിവേഴ്സറി ഇയറിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാർഡിൽ റിന്യൂവൽ ഫീ വെയ്വർ ഉണ്ടായിരിക്കുന്നതാണ്. റിന്യൂവൽ ഫീ നിങ്ങൾ പേ ചെയ്യേണ്ടതില്ല. നമ്മുടെ HDFC റീഗാലിയ കാർഡിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് തോന്നുന്നത്. ഈ ഒരു കാർഡിൻ്റെ ഇൻഷുറൻസ് ബെനിഫിറ്റ്സിനെ കുറിച്ച് ആണ്. ആക്സിഡൻ്റൽ അല്ലെങ്കിൽ എയർ ഡെത്ത് കവർ വർത്ത് 1 crore ആണ് ഈ ഒരു കാർഡ് നൽകുന്നത്. അതായത് നമ്മൾ ഫ്ലൈറ്റ് അപകടങ്ങൾ കാർഡ് ഉടമയ്ക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ 1 കോടി രൂപയുടെ ആക്സിഡൻ്റൽ ഡെത്ത് കവറാണ് ഈ ഒരു കാർഡ് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. ഇനി എമർജൻസി ഓവർസീസ് ഹോസ്പിറ്റലൈസേഷൻ, ഇതൊരു നല്ല ഫീച്ചറാണ്. നിങ്ങൾ എമർജൻസി ആയിട്ട് ഓവർസീസ് ആയിട്ട് ഹോസ്പിറ്റലൈസേഷൻ ആവുകയാണെങ്കിൽ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് 15,00,000 രൂപ വരെയുള്ള ധനസഹായം അവർ നൽകുന്നുണ്ട്. ഇതൊരു നല്ല ഓപ്ഷനായിട്ട് പറയാം. നിങ്ങൾ അഥവാ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് സുഖമില്ലാതെ ചികിത്സിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഈ ഒരു കാർഡിൽ വളരെയധികം ബെനിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് വരും. കൂടാതെ ഈ ഒരു കാർഡിൻ്റെ 9 lakhs വരെ ക്രെഡിറ്റ് ലയബിലിറ്റി കവർ, അതായത് ഈ കാർഡ് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതെ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു കാർഡിൻ്റെ ഈ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് കവറിനും ഇൻഷുറൻസ് കവറിനും വേണ്ടിയിട്ട് നിങ്ങൾ നോമിനി അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ലിങ്ക്സ് ഉപയോഗിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ആ ലിങ്ക് ഞങ്ങളുടെ വീഡിയോയുടെ താഴെയും ഞങ്ങൾ കൊടുക്കുന്നു. കൂടാതെ റിവാർഡ് പോയിൻ്റ് എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4 റിവാർഡ് പോയിൻ്റ് 150 റീറ്റെയിൽ, ഇൻഷുറൻസ്, യൂട്ടിലിറ്റീസ്, എഡ്യൂക്കേഷൻ എന്നിവ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ റിവാർഡ് പോയിൻറ്റ്സ് ലഭിക്കുന്നത്. കൂടാതെ മാർക്ക് ആൻഡ് സ്പെൻസേഴ്സ്, മിന്ത്ര, റിലയൻസ് ഡിജിറ്റൽ, നൈക്ക എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളിലും നിങ്ങൾക്ക് 20 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഓരോ 150 രൂപയുടെ ട്രാൻസാക്ഷനും ലഭിക്കുന്നത്. ഇത് സ്മാർട്ട് ബൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ HDFCയുടെ തന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രീമിയം ബ്രാൻഡ്സിനോട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് കാറ്റലോഗ് HDFC സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ഒരു റിവാർഡ് പോയിന്റിന് 65 പൈസ നിരക്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ആ ഒരു കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ സ്മാർട്ട് ബൈയിൽ വഴി തന്നെ നിങ്ങൾക്ക് ഒരു റിവാർഡ് പോയിന്റിന് 50 പൈസ നിരക്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ്സ് ബൈ ചെയ്യാനായിട്ടും, കൂടാതെ നെറ്റ് ബാങ്കിങ് സ്മാർട്ട് ബൈ വഴി നിങ്ങൾക്ക് 0.5 എയർ മൈൽസ് ആയിട്ട് ഈ ഒരു റിവാർഡ് പോയിന്റ്സിന് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. കൂടാതെ സ്മാർട്ട് ബൈ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നിങ്ങൾക്ക് ഒരു റിവാർഡ് പോയിന്റിന് 35 പൈസ നിരക്കിലും പ്രോഡക്ട്സ് ആൻഡ് വൗച്ചേഴ്സ് മേടിക്കാനായിട്ടും സാധിക്കും. കൂടാതെ നിങ്ങൾക്കിത് പണമായിട്ടും നേരിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ റിവാർഡ് പോയിന്റ്സിനെ സാധിക്കും. ഒരു റിവാർഡ് പോയിന്റ് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക്
20 പൈസയായിരിക്കും ലഭിക്കുന്നത്. ഇനി ഒരു കാർഡിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ അവർ സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് നോക്കിക്കളയാം. റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു സ്പെൻഡിങ് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു മിനിമം മന്ത്ലി സ്പെൻഡ് വഴി തന്നെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റ്സ് ഒന്ന് ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ ഒരു മാസം ഏകദേശം 5000 അല്ലെങ്കിൽ 7000 രൂപയുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു. കൂടാതെ 3000 രൂപയുടെ ഗ്രോസറീസ് മേടിക്കുന്നു, 7500 ഫ്യൂവലും, 1000 രൂപയുടെ ഡൈനിങ്ങും, പിന്നെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് റിലയൻസ് റീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിൽ ഞാനൊരു മിനിമം 5000 രൂപയുടെ ഷോപ്പിംഗ് ഇടുകയാണ്. റീഗാലിയ ഗോൾഡ് പോർട്ടലിനകത്ത് നമുക്ക് റീഗാലിയ ഈ കാർഡിൻ്റെ പോയിന്റ്സ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റീഗാലിയയുടെ ഗോൾഡ് പോർട്ടൽ. അതിൽ ഞാൻ ഇപ്പോൾ ഒന്നും സ്പെൻഡ് ഈടാക്കുന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് നമ്മുടെ മന്ത്ലി സ്പെൻഡ് 23,500 രൂപയാണ്. അതായത് ഈ ഒരു ഒപ്റ്റിമൽ സ്പെൻഡിങ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സ്പെൻഡിങ് ലിമിറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 45,832 രൂപയാണ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അത് എങ്ങനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. റിവാർഡ് പോയിന്റ്സ് വെച്ച് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 18,472 രൂപയാണ്. കാർഡ് വേവർ ഫീ ആക്റ്റീവ് അല്ല, കാരണം നമ്മൾ 4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇനി കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് വഴി നമുക്ക് 14,400 രൂപയും ഔട്ട്സൈഡ് ഇന്ത്യ വഴി 12,960 രൂപയും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഏകദേശം 45,000 രൂപയുടെ സ്പെൻഡിങ് റിവാർഡ് പോയിന്റ് ഓപ്ഷനാണ് ഈ ഒരു കാർഡ് നൽകുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഹൈ ലെവൽ സ്പെൻഡറാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു 15,000 രൂപയുടെ ഫ്ലൈറ്റ് ബുക്കിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഗ്രോസറി മാസം നിങ്ങൾക്കൊരു 7,000 രൂപയുടെ ആവശ്യം ഉണ്ട് എന്ന് വിചാരിക്കുക. ഫ്യൂവൽ നിങ്ങൾ ഏകദേശം 14,000 രൂപ സ്പെൻഡ് ചെയ്യുന്നു. ഡൈനിങ്ങിന് നിങ്ങളൊരു 3,000 രൂപ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സിൽ നിങ്ങളൊരു 7,000 രൂപ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീഗാലിയ ഗോൾഡ് പോർട്ടലിൽ നിങ്ങളൊരു 2,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മന്ത്ലി സ്പെൻഡ് 48,500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 74,000 രൂപയുടെ ബെനിഫിറ്റ്സാണ് കാർഡ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി എന്ന് നോക്കാം. കാർഡ് ഫീ വേവർ നിങ്ങൾക്ക് 2,500 രൂപയുടെ ലഭിക്കും, കാരണം നിങ്ങളുടെ സ്പെൻഡ് 4 ലക്ഷത്തിന് പുറത്ത് പോയിട്ടുണ്ട്. ആനുവൽ ബെനിഫിറ്റ്സ് 36,000 രൂപയുടെ റിവാർഡ് പോയിന്റ്സ്, പിന്നെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക്കിന് കോംപ്ലിമെൻ്ററി ഔട്ട്സൈഡ് ഇന്ത്യ ലൗഞ്ച് ആക്സസും, ക്ലബ് വിസാര ബ്ലാക്ക് MMT മെമ്പർഷിപ്പും, നിങ്ങൾക്ക് 8 വൗച്ചേഴ്സ് ആയിട്ടുള്ള ആനുവൽ മൈൽസ്റ്റോൺ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു 74,000 രൂപ സേവ് ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് ഒരു ഒപ്റ്റിമൽ സ്പെൻഡറിന് ലഭിക്കുന്നു. നിങ്ങൾ ഈ കാർഡിൻ്റെ ഹൈ സ്പെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിവാർഡ് പോയിന്റ്സ് ലഭിക്കും. ഏകദേശം നല്ല ഒരു പണം ചിലവഴിക്കുന്ന ആളാണ് കാർഡ് ഉപയോഗിച്ചെങ്കിൽ ഞാൻ ഒരു 20,000 രൂപയുടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ 25,000 രൂപയുടെ ഫ്ലൈറ്റ് കൊടുക്കുകയാണ്, നിങ്ങളൊരു വിദേശത്തൊക്കെ പോകുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ. അതിനോടൊപ്പം തന്നെ ഗ്രോസറി നിങ്ങൾക്ക് കുറേ പേര് ഹൗസിലുള്ള ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപയുടെ ഗ്രോസറിയും ഫ്യൂവൽ ഏകദേശം 20,000 രൂപയുടെയും മന്ത്ലി ആവശ്യമായിട്ട് വരുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഡൈനിങ് ഏകദേശം 5,000 രൂപയാണ് ഞാൻ ഇതിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിന് ഞാനൊരു 15,000 രൂപയും കൊടുക്കുന്നു. ഗോൾഡ് പോർട്ടലിലെ സ്പെൻഡ് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബെനിഫിറ്റ്സ് എങ്ങനെയായിരിക്കും ഈ കാർഡ് തരുന്നത് നമുക്ക് നോക്കാം. ഏകദേശം 1,06,820 രൂപ വരെ നിങ്ങൾക്ക് ഇതുവഴി സേവ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ഓപ്ഷനും ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. കാർഡ് ഫീ വേവർ നിങ്ങൾക്ക് ലഭിക്കും. ആനുവൽ ബെനിഫിറ്റ്സ് റിവാർഡ് പോയിന്റ് വഴി 57,000 രൂപ, കൂടാതെ കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ആക്സസ് വഴി നിങ്ങൾക്ക് 14,000 രൂപ, ഔട്ട്സൈഡ് ഇന്ത്യ വഴി നിങ്ങൾക്ക് 12,000 രൂപ, ക്ലബ് വിസാര ബ്ലാക്ക് മെമ്പർഷിപ്പ് 3,800, ക്വാർട്ടർലി വൗച്ചർ 6,000 രൂപ, ഫ്ലൈറ്റ് വൗച്ചർ ആനുവൽ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് 10,000 രൂപയുടെയും ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമൈസ്ഡ് ആയിട്ടുള്ളൊരു സേവിങ്സ് ലഭിക്കാനുള്ളൊരു സ്പെൻഡാണ് ഞാനിവിടെ ഇലിസ്ട്രേറ്റ് ചെയ്തത്. റീഗാലിയ ഗോൾഡിൻ്റെ സേവിങ്സ് റിഡീം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ കാർഡ് ലഭിച്ചതും അതിൻ്റെ അൺബോക്സിങ്ങും ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാനായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കേജിലാണ് കാർഡ് വന്നത്. നമുക്ക് ഈ ഒരു പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറേയധികം ഫ്ലയേഴ്സാണ് അവർ നൽകിയിരിക്കുന്നത്.
ആദ്യം തന്നെ ആ ഒരു റീഗാലിയ കാർഡിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്ലയറും, കൂടാതെ തന്നെ ഈ ഒരു ഗോൾഡ് കാർഡിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ആൻഡ് ഫീലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്ലയറുമാണ് നമ്മൾ കണ്ടത്. പിന്നെ ആ ഒരു ട്രാവൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്ലയർ അവർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു QR കോഡും, കൂടാതെ ഷോപ്പിംഗ് ബെനിഫിറ്റ്സ്, പിന്നെ ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആക്ടിവേഷൻ ഓഫറിന് വേണ്ടിയിട്ടുള്ള QR കോഡാണ് നല്ലത്. പിന്നെ എൻ്റെ അഡ്രസ്സ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും ആ ഒരു പാക്കേജിൽ തന്നെയാണ് ഈ ഒരു കാർഡ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാർഡിനെ ഒന്ന് ഇളക്കിയെടുത്ത് എന്താണ് അതിനകത്ത് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. കാർഡിൽ നമ്മുടെ HDFC ബാങ്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലീൻ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. കൂടാതെ ഇതിന് ആ ഒരു ചിപ്പും പേര് എംബഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നോർമലായിട്ടുള്ള ആ ഒരു ചിപ്പും പിന്നെ NFC സർവീസുമാണ് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മാസ്റ്റർ കാർഡിൻ്റെ ഒരു കാർഡാണ്. ഇനി ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കുന്ന കുറേ അധികം ഡോക്യുമെൻറ്റ്സ് ആണ് ഇവർ ഈ ഒരു കാർഡിൽ നമുക്ക് അയച്ചത്. അത് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസും മറ്റ് കാര്യങ്ങളും അടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ആണ്. കൂടാതെ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സും ഈ ഒരു കാർഡിൻ്റെ ആ ഒരു സംഭവത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കാർഡിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി അത് നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു കാർഡിൽ നോമിനി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് കാർഡ് നോമിനി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാർഡിൻ്റെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ക്രെഡ് ഇതുവരെ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ബില്ലടയ്ക്കാനായിട്ട് ക്രെഡ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാണ്. 360money.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കാർഡ് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളും ഫൈനാൻഷ്യൽ അപ്ഡേറ്റ്സും പേഴ്സണൽ ഫിനാൻസ് അപ്ഡേറ്റ്സും മലയാളത്തിൽ ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഡിസ്കഷൻസ് നടത്താവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഫൈനാൻഷ്യൽ ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.